Hi all, welcome to X and Y Olympiads. So, we 2 and 3 marks in the series. Aduthoru question like ellavarkum welcome. So, the question is find the number of elements in the set where AB ordered pair AB belongs to natural numbers where 2 less than or equal to AB less than or equal to 2023 such that log B base to A, log B to the base A plus 6 log A to the base B is equal to 5. So, logarithm involved ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഈ സെറ്റിൻ്റെ ഉള്ളിലെ എലമെന്റ്സ് ഒക്കെ എന്താണ്? എ കോമ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ എ കോമ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആയിട്ട്, അതായത് ഇപ്പോൾ മേ ബി 1 2 അല്ലെങ്കിൽ 3 4 ഇങ്ങനെ 5 6 ഇങ്ങനെ ഓർഡേഡ് പെയർ ആയിട്ടാണ്. ഈ നമ്പേഴ്സ് അല്ല, ഇങ്ങനെ ഓർഡേഡ് പെയർ ആയിട്ടാണ് അതിൽ എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ എത്ര ഓർഡേഡ് പെയർസ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വെറുതെ നമുക്ക് 1 2 3 4 എന്നും ഓർഡേഡ് പെയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ എ ബി എന്ന് പറയുന്ന ഈ ഒരു ഓർഡേഡ് പെയറിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ൻ്റെയും 2023ൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം, ഇൻക്ലൂഡിങ് ദോസ് 2 നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം. ഓൾസോ ഈ എ ബി എന്ന് പറയുന്ന നമ്പേഴ്സ് ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ലോഗ് ഓഫ് ബി ടു ദ ബേസ് എ പ്ലസ് 6 ലോഗ് ഓഫ് എ ടു ദ ബേസ് ബി ഈസ് ഈക്വൽ ടു 5. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കണം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആ എ ബിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, റൈറ്റ്? എ ബിക്ക് പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത്ര ഓർഡർ പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഈ ലോഗിൻ്റെ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ ലോഗിൻ്റെ കുറച്ചൊരു പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞിരിക്കണം. സച്ച് എങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ബി എന്ന് ഞാൻ പറയാം. എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ബി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് log of b to the base a is equal to n. എങ്ങനെയാടാ? a raised to n equal to b ആണെങ്കിൽ, a raised to n equal to b ആണെങ്കിൽ log of b to the base a is equal to n ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്, റൈറ്റ്? യെസ്, ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിഞ്ഞിരിക്കണം. a raised to n is equal to b ആണെങ്കിൽ log of b to the base a is equal to n. ഓൾസോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വി നോ ദാറ്റ് log of a to the base b അല്ലെങ്കിൽ log of b to the base a എടുക്കാം അല്ലേ. log of b to the base a is equal to log b divided by log a ആണല്ലോ, റൈറ്റ്? log a b divided by log a ആണ്. ഓക്കെ, log of b to the base a is equal to log b by log a, റൈറ്റ്? ഓൾസോ log of a to the base b ആണെങ്കിലോ, log of a to the base b ആണെങ്കിൽ we know that log a divided by log b ആണ്. സോ നിങ്ങൾ നോക്ക്, ഇവിടെ ലോഗ് ബി ബൈ ലോഗ് എ, ഇവിടെ ലോഗ് എ ഡിവൈഡ് ബൈ ലോഗ് ബി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ ഇത്, അല്ലേ? ഈ രണ്ട് വാല്യൂസ് റെസിപ്രോക്കൽസ് ആണ്. അതുകൊണ്ട് തന്നെ ലോഗ് ബി ബേസ് ബി ടു ദ ബേസ് എ ഈസ് റെസിപ്രോക്കൽ ഓഫ് ലോഗ് ഓഫ് എ ടു ദ ബേസ് ബി. ഓർ വി ക്യാൻ സേ ദാറ്റ് ലോഗ് ഓഫ് ബി ടു ദി ബേസ് എ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ലോഗ് ഓഫ് എ ടു ദ ബേസ് ബി, റൈറ്റ്? സോ ഈ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് എന്തിനാവശ്യമാണ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. സോ ഇവിടെ നമുക്കറിയാം log of b to the base a is equal to 1 by log of a to the base b. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇതാ ക്വസ്റ്റ്യൻ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇവിടെ നമുക്കറിയാം log of b to the base a ആണുള്ളത്, റൈറ്റ്? log of b to the base a ആണ്. സോ ഞാൻ log of b to the base a എന്നുള്ളതിന് ഞാൻ x എന്ന് കൊടുക്കുകയാണ്. എന്താണ്? log of b to the base a ക്ക് ഞാൻ x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് log of a to the base b എന്തായിട്ട് മാറും? log of a to the base b എന്ന് പറയുന്നത് 1 by x ആയിട്ട് മാറും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? This equation will become what? ഞാൻ ഒരു ന്യൂ പേജ് എടുക്കാം. This equation will become x plus, okay, log of b to the base a എന്ന് പറയുന്നത് x എന്ന് കൊടുത്തു. 6 log a to the base b ആണ്, that is 6 divided by x എന്ന് വരും. This is equal to 5 ആയിരിക്കണം. This is equal to 5 ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് log of b to the base എക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എക്കും ബിക്കും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നമ്പേഴ്സ് നമുക്ക് കിട്ടും, റൈറ്റ്? അപ്പോൾ ഇത് സോൾവ് ചെയ്യാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? എക്സ് കൊണ്ട് ഞാൻ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 5x എന്ന് കിട്ടും, റൈറ്റ്? എക്സ് കൊണ്ട് ഞാനിവിടെ രണ്ട് സൈഡിലും ഞാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ്? ഓക്കെ, ഇനി നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് 5x. ആ 5xനെ LHSലേക്ക് കൊണ്ടുവന്നപ്പം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, അല്ലെ, ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. വേർ x ഈസ് ഈക്വൽ ടു 2 or 3 അല്ലെങ്കിൽ 2,3 x എന്ന് പറയുന്ന വാല്യൂസ് 2 and 3 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. x 2 and 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? log of b to the base a is equal to
2,3. log of b to the base a എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് either 2 or 3 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നോക്കാം, അവിടെ ഇപ്പം log of b to the base a is equal to 2 ആണെന്ന് കൺസിഡർ ചെയ്യാം. log of b to the base a is equal to 2 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് അല്ലേ, a raised to n is equal to b ആണ്. log of a raised to n is equal to b ആണെങ്കിൽ log of b to the base a എന്ന് പറയുന്നത് n നോട് ഈക്വൽ ആണ്. തിരിച്ചു നമുക്ക് പറയാം, ഇങ്ങനെ ഒരു കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ log of b to the base a is equal to n എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും b is equal to a raised to n. സെയിം ആണ്, b is equal to a raised to n ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ b is equal to a raised to n കിട്ടും. ഇതുകൊണ്ട് ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെയും നമുക്ക് പറയാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക നോക്കിക്കോ. log of ഇപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് തന്നതെങ്കിൽ, ഈ ഒരു സംഭവം തന്നിട്ടില്ല, ഇത് മാത്രമാണ് തന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബി ഏതിൻ്റെ ലോഗാണ് നമ്മൾ കാണുന്നത് നോക്കുക. log of b to the base a ആണ് കാണുന്നത്. സോ b എടുക്കുക, b is equal to, എന്നിട്ട് ഇവിടെയുള്ള ബേസിന് എനെ നമ്മൾ നേരെ ആർ എച്ച് എസിൽ റൈറ്റിലേക്ക് കൊണ്ടുപോവുക എ, എന്നിട്ട് ഇവിടെയുള്ള എന്നിനെ നേരെ എക്സ്പോണൻറ്റിലേക്ക് കയറ്റുക a raised to n. അത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്, ഈ ബീനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക, b is equal to, ഈ എനെ നമ്മൾ നേരെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോവുക എ, ആൻഡ് ഈ എന്നിന് എന്ത് ചെയ്യുക, നേരെ എക്സ്പോണൻറ്റിലേക്ക് കയറ്റുക, മുകളിലേക്ക് കയറ്റുക, b is equal to a raised to n ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഈ ഒരു കേസിൽ log of b to the base a is equal to 2, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ബീൻ്റെ ലോഗാണ് കണ്ടുപിടിക്കേണ്ടത്. സോ b is equal to, ആൻഡ് എനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, b is equal to a, ആൻഡ് ഈ 2നെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, എക്സ്പോണൻറ്റിലേക്ക് കയറ്റുന്നു, b is equal to a square എന്ന് കിട്ടും. b is equal to a square എന്ന് കിട്ടും. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും, log of b to the base a, log of b to the base aക്ക് രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 2 and 3 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. 3നോടാണ് ഈക്വൽ എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് b is equal to a cube, b is equal to a cube എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് കേസ് നമുക്ക് കിട്ടും, either b is equal to a square or b is equal to a cube എന്ന് പറയുന്ന രണ്ട് കേസ് കിട്ടും. ആ രണ്ട് കേസിലും നമുക്ക് എന്തുണ്ടാവും, രണ്ട് കേസിലും ഓർഡേർഡ് പെയർസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, രണ്ട് കേസ് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, കേസ് 1 എന്ന് പറയുന്നത് b is equal to a square ആയിട്ടുള്ള കേസാണ്. b is equal to a square ആണെങ്കിൽ മക്കളെ നോക്കിക്കോ, ഇവിടെ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആണുള്ളത് അല്ലേ. എ ബി എന്ന ഓർഡേർഡ് പെയർ എന്തായിട്ട് മാറും, എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എ കോമ ബിക്ക് പകരം നമ്മൾ എ സ്ക്വയർ എന്ന് കൊടുക്കും, എ കോമ എ സ്ക്വയർ എന്നുള്ള ഓർഡേർഡ് പെയർ ആയിട്ട് മാറും, റൈറ്റ്. അതേപോലെ സെക്കൻഡ് കേസ് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ b is equal to a ക്യൂബ് എന്ന കേസാണ്. അതിൽ നമുക്ക് എന്തായിട്ട് മാറും, എ ബി എന്നുള്ള ഓർഡേർഡ് പെയർ എ കോമ എ ക്യൂബ് എന്നായിട്ട് മാറും, എ കോമ എ ക്യൂബ് എന്നായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് കേസിൽ കമ്മിങ് ബാക്ക് ടു ഫസ്റ്റ് കേസ്, b is equal to a സ്ക്വയർ ആണ്, അതായത് ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് എ കോമ എ സ്ക്വയർ ആണ്. അപ്പോൾ ഏതൊക്കെ ഓർഡേർഡ് പെയർ നമുക്ക് പോസിബിൾ ആണ്, നമുക്കറിയാം എൻ്റെയും ബിൻ്റെയും വാല്യൂസ് 2ൻ്റെയും 2023ൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ കോമ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഓർഡേർഡ് പെയർസ് ഉണ്ടാവും, 2ൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, 2 കോമ എ കോമ എ സ്ക്വയർ ആണ്, അപ്പോൾ 2 കോമ 2 സ്ക്വയർ വിച്ച് ഈസ് 4. അതേപോലെ 3 കോമ 3 സ്ക്വയർ 9. അതേപോലെ അടുത്ത ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ 4 കോമ 16, അടുത്ത ഓർഡേർഡ് പെയർ 5 കോമ 25, 6 കോമ 36, അങ്ങനെ ഓർഡേർഡ് പെയർ പോകും. പക്ഷെ നമുക്ക് എത്ര ഓർഡേർഡ് പെയർസ് അവിടെ കിട്ടും, ഏതുവരെ നമുക്ക് പോവാം, ഏതുവരെ പോകാമെന്ന് വെച്ചാൽ നമുക്കൊരു ഫൈനൽ ഇവിടെ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 2023നേക്കാളും കുറവുള്ള നമ്പർ എവിടെ വരണം, ഈ ഒരു സ്ക്വയറിൽ, ഈ ഒരു പാർട്ടിൽ 2023നേക്കാളും കുറവുള്ള നമ്പർ വരണം. അപ്പോൾ ഏതുവരെ നമുക്ക് പോകാൻ പറ്റും, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനൊരു 45 ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, 45 എടുക്കുകയാണെങ്കിൽ 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2025 ആണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ, ഇത് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, 2023 വരെ എന്ത് വരാൻ പാടുള്ളൂ, ബീൻ്റെ വാല്യൂ 2023 വരെ വരാൻ പാടുള്ളൂ. അപ്പോൾ 45 വരില്ല, 44 വരെയുള്ള നമ്പേഴ്സാണ് വരിക. യെസ്, 44 വരെയുള്ള നമ്പേഴ്സാണ് വരിക. 44ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1936 ആണ്, 1936 ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒരു ഫസ്റ്റ് കേസിൽ ഓർഡേർഡ് പെയർസ് എന്ന് പറയുന്നത് 2 4 3 9 4 6 5 25 അങ്ങനെ പോയി 44 to 1936 വരെയുള്ള നമ്പേഴ്സ് വന്നു. അപ്പോൾ എത്ര ഓർഡേർഡ് പെയർസ് അവിടെ പോസിബിൾ ആണ്, നോക്കി എത്ര ഓർഡേർഡ് പെയർസ് ഉണ്ട്. 2 മുതൽ 44 വരെയുള്ള നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് ഉണ്ട്, 2 മുതൽ 44 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്, അത്രയും ഓർഡേർഡ് പെയർസ് പോസിബിൾ ആണ്. 2 മുതൽ 44 വരെയുള്ള ആകെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 44 - 2 + 1 ആണ്. 44 - 2 + 1 എന്ന് പറയുമ്പോൾ 42 + 1 43 ഓർഡേർഡ് പെയർസ് അവിടെ പോസിബിൾ ആണ്. ഇത് ഫസ്റ്റ് കേസിലാട്ടോ, ഫസ്റ്റ് കേസിൽ 43 ഓർഡേർഡ് പെയർസ് ഈ ഒരു സെറ്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൽ ഇത്രയും ഓർഡേർഡ് പെയർസ് ഈ സെറ്റിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ കേസ് 2ലും കുറച്ച് ഓർഡേർഡ് പെയർസ് ഈ സെറ്റിൻ്റെ ഉള്ളിലുണ്ട്. ആ രണ്ടും കൂടെ കൂടുമ്പോഴാണ് ടോട്ടൽ സെറ്റ് ആവുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്, അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ കോമ ബി അടുത്ത ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ എ കോമ ബി എ കോമ എ ക്യൂബ് ആണ്. എ ക്യൂബ് എന്ന് പറയുമ്പോൾ ആ കേസ് എങ്ങനെയാണ് വരിക, ആലോചിച്ച് നോക്കുക. എന്താ വരിക, ഫസ്റ്റ് ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 2 കോമ
8 ആയിരിക്കും അല്ലേ. 2,2 ക്യൂബ് എന്ന് വരും, ദാറ്റ് ഈസ് 2,8 റൈറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3,27 എന്ന് വരും. അടുത്തത് എന്താ 4,64 എന്ന് വരും. 5,125 അങ്ങനെ പോകും. അങ്ങനെ പോയി ഏത് വരെ വരാം? അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഇവിടെ ആക്ച്വലി ഏത് വരെയാണ് വരാമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 12,1728 എന്നാണ് വരിക. 12 വരെയാണ് വരിക. നമ്മളിവിടെ സ്ക്വയറിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ക്യൂബിൻ്റെ കേസിൽ നോക്കി നോക്കുക. ഇവിടെയുള്ള നമ്പർ സ്ക്വയർ എന്ന് പറയുന്നത് 2023 അല്ലെങ്കിൽ ഇവിടെയുള്ള ക്യൂബ് എന്ന് പറയുന്നത് ഈ 2023നേക്കാളും കുറവുള്ള നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം റൈറ്റ്. അപ്പോൾ 12 ആണ് നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത്. 12ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1728 ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 2 മുതൽ 2, 3, 4 അങ്ങനെ പോയി 12 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഓർഡേഡ് പെയേഴ്സ് ആണ് നമുക്ക് ഈ സെക്കൻഡ് കേസിൽ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ഓർഡേഡ് പെയർ ഉണ്ട്? 2 മുതൽ 12 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 12 - 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 11 ആണ്. 11 നമ്പേഴ്സ്. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓർഡർ പെയേഴ്സ് എന്ന് പറയുന്നത് 43 ആണ്. സെക്കൻഡ് കേസിൽ പോസിബിൾ ഓർഡർ പെയേഴ്സ് ഈസ് 11. അപ്പോൾ ഈ ടോട്ടൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള നമ്പറാണ് ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 43 + 11 വിച്ച് ഈസ് ഈക്വൽ ടു 54 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 54 ആണ് അവർ ഫൈനൽ ആൻസർ. 54 ഈസ് അവർ ഫൈനൽ ആൻസർ. സോ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോഗ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം ലോഗിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾ പഠിക്കുന്നതാണ് റൈറ്റ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിൽ നമ്മൾ കുറച്ച് 2 പ്രോപ്പർട്ടീസ് ഇവിടെ എടുത്തു. a⁻n = b എന്നാണെങ്കിൽ നമുക്കറിയാം log of b to the base a = n ആണ്. ഓൾസോ അനദർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് log of b to the base a = 1/log of a to the base b. അതായത് ഇവർ രണ്ടാളും റെസിപ്രോക്കൽസ് ആണ് റൈറ്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ ലോഗിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആ ഒരു ലോഗ് b to the base aക്ക് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 2,3 റൈറ്റ്. അതിൽ നിന്നും എക്കും ബിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് നമുക്ക് കിട്ടി അല്ലേ. അല്ലെങ്കിൽ b = a² എന്നും b = a³ എന്നും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയേഴ്സ് വിൽ ബി a, a², a, a³ ഇങ്ങനെ 2 കേസ് പോസിബിൾ ആണ്. a, a² കേസിൽ 43 ഓർഡേർഡ് പെയേഴ്സ് പോസിബിൾ ആണ്. a, a³ കേസിൽ 11 ഓർഡേർഡ് പെയേഴ്സ് പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ 54 ഓർഡേർഡ് പെയേഴ്സ് ആർ പോസിബിൾ ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ത്രൂ ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സീരീസിൽ അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഓൾ.